ജോബ് ഫെയർ മലയാളം ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. കൂടുതൽ തൊഴിൽ അവസരങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. കേന്ദ്ര സർക്കാർ സ്ഥാപനമായ സെയിൽ സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ അവരുടെ പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിച്ചിട്ടുണ്ട്. അപ്പോൾ ബൊക്കാറോ സ്റ്റീൽ പ്ലാന്റിലോട്ടും ജാർഖണ്ഡ് ഗ്രൂപ്പ് ഓഫ് മൈനിലോട്ടുമാണ് സെലക്ഷൻ പ്രൊസീജിയർ നടക്കുന്നത്. പോസ്റ്റ് എക്സിക്യൂട്ടീവ് കേഡറിലോട്ടും അതുപോലെ നോൺ എക്സിക്യൂട്ടീവ് കേഡറിലോട്ടും ആയിരിക്കും നിയമനം നടത്തുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം നോക്കാം. കൺസൾട്ടൻറ്റ് ഒരു വേക്കൻസി, അതുപോലെ തന്നെ കൺസൾട്ടൻറ്റ് മെഡിക്കൽ ഓഫീസർ 3 വേക്കൻസി, അതുപോലെ മെഡിക്കൽ ഓഫീസർ 9 വേക്കൻസി, മെഡിക്കൽ ഓഫീസർ OHS 1 വേക്കൻസി, അസിസ്റ്റൻറ്റ് മാനേജർ 10 വേക്കൻസി. അടുത്തത് ജാർഖണ്ഡ് ഗ്രൂപ്പ് ഓഫ് മൈൻസിലോട്ടുള്ള എക്സിക്യൂട്ടീവ് കേഡറിൽ നോക്കാം. കൺസൾട്ടൻറ്റ് മെഡിക്കൽ ഓഫീസർ 1 വേക്കൻസി, പിന്നെ അതുപോലെ തന്നെ ഒബ്സ്റ്റൈൻസ് ആൻഡ് ഗൈനക്കോളജി അതിൽ തന്നെ സ്പെസിഫൈ ചെയ്തിരിക്കുന്നതാണ്, അത് 1 വേക്കൻസിയാണ്. അടുത്ത മെഡിക്കൽ ഓഫീസർ 1 വേക്കൻസി. അടുത്ത പോസ്റ്റ് നോൺ എക്സിക്യൂട്ടീവ് കേഡർ നമുക്ക് നോക്കാം. ഓപ്പറേറ്റർ കം ടെക്നീഷ്യൻ 8 വേക്കൻസി, അറ്റൻഡർ കം ടെക്നീഷ്യൻ 12 വേക്കൻസി. അത് ജാർഖണ്ഡ് ഗ്രൂപ്പ് ഓഫ് മൈൻസിലെ നോൺ എക്സിക്യൂട്ടീവ് കേഡർ നോക്കാം. മൈനിങ് ഫോർമാൻ 3 വേക്കൻസി, സർവേയർ 1 വേക്കൻസി, ഓപ്പറേറ്റർ കം ടെക്നീഷ്യൻ ട്രെയിനി 5 വേക്കൻസി, ഓപ്പറേറ്റർ കം ടെക്നീഷ്യൻ ട്രെയിനി ഇലക്ട്രിക്കൽ 15 വേക്കൻസി, മൈനിങ് മേറ്റ് 3 വേക്കൻസി, അറ്റൻഡൻറ്റ് കം ടെക്നിക്കൽ ട്രെയിനി 34 വേക്കൻസി. ഇവയാണ് എക്സിക്യൂട്ടീവിലോട്ടും നോൺ എക്സിക്യൂട്ടീവിലോട്ടും വന്നിരിക്കുന്ന ഒഴിവുകളുടെ എണ്ണം. അപ്പോൾ ഏജ് ലിമിറ്റ് ഓരോന്നിനും പറയുന്നുണ്ട്, അതിന് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനും പറയുന്നുണ്ട്. കൺസൾട്ടൻറ്റ് 41 വയസ്സ്, അതുപോലെ തന്നെ ക്വാളിഫിക്കേഷൻ പറയുന്നുണ്ട് PG ഡിഗ്രി MBBS. വ്യക്തമായ യോഗ്യത നോട്ടിഫിക്കേഷനിൽ പറയുന്നുണ്ട്, അത് വായിച്ച് മനസ്സിലാക്കുക. അത് പറയുന്നത് വ്യക്തമായ ഡീറ്റെയിൽസും വിദ്യാഭ്യാസ യോഗ്യതയും കൊടുത്തിട്ടുണ്ട്, നോട്ടിഫിക്കേഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഏജ് ലിമിറ്റിൻ്റെ കാര്യം പറഞ്ഞില്ല, റിസർവേഷൻകാർക്ക് ഏജ് ലിമിറ്റ് ഉണ്ടായിരിക്കുന്നതായിരിക്കും. അതിൻ്റെ വ്യക്തമായ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നതായിരിക്കും. അതിനെ ഓൺലൈൻ വഴിയായിട്ടായിരിക്കും അപ്ലൈ ചെയ്യേണ്ടത്, ഓൺലൈൻ വഴി അപ്ലൈ ചെയ്യുക. അപ്പോൾ ഇവയാണ് മെയിനായിട്ട് ഇതിൻ്റെ അകത്ത് പറയുന്നത്. അപ്പോൾ സിലബസ് അതിൻ്റെ സെലക്ഷൻ പ്രൊസീജിയറും മറ്റു കാര്യങ്ങളും നോട്ടിഫിക്കേഷൻ്റെ അത് വ്യക്തമായി പറയുന്നുണ്ട്. നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് വായിച്ച് മനസ്സിലാക്കുക. അപ്പോൾ അപേക്ഷ സമർപ്പിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് 16 മുതൽ മെയ് 7 വരെയാണ് അപേക്ഷ സമർപ്പിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ്. അപ്പോൾ താല്പര്യമുള്ളവർ ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കുക. ഈ പറഞ്ഞ ക്വാളിഫിക്കേഷൻ, ഈ പറഞ്ഞ യോഗ്യതയും ഉള്ളവരും അതുപോലെ തന്നെ എക്സ്പീരിയൻസ് ഉള്ളവരും അപേക്ഷ സമർപ്പിക്കുക. അപ്പോൾ നോൺ എക്സിക്യൂട്ടീവ് ഒരു കേഡറിലോട്ടാണ് പോസ്റ്റുകൾ എണ്ണം കൂടുതൽ. അറ്റൻഡർ കം ടെക്നീഷ്യൻ 34 ഒഴിവുണ്ട്. അപ്പോൾ അവരോടായിരിക്കും കൂടുതൽ നിയമനമുള്ളത്. അപ്പോൾ താല്പര്യമുള്ളവർ അപേക്ഷ സമർപ്പിക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണുന്നവരേക്കും